ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോ നമ്മൾ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയെ പറ്റിയിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് GPS ട്രാക്കിങ്ങിൻ്റെ അഡ്വാൻറ്റേജസിനെ പറ്റിയിട്ടാണ്. റിയൽ ടൈം ട്രാക്കിംഗ് ആണ് ഫസ്റ്റ് നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. അതായത് ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എവിടെ ഇരുന്നുകൊണ്ട് വേണമെങ്കിലും നിങ്ങളുടെ വെഹിക്കിൾ എവിടെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. വെഹിക്കിൾ മെയിൻ്റെനൻസ് ആണ് നമുക്ക് നെക്സ്റ്റ് ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നത്. എല്ലാവരും ഡെയിലി ലൈഫിൽ എപ്പോഴും മറന്നു പോകുന്നൊരു കാര്യങ്ങളാണ് ഇപ്പോൾ വാഹനത്തിൻ്റെ മെയിൻ്റെനൻസ് വർക്ക് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കതൊരു റിമൈൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. വാഹനങ്ങളുടെ ഓയിൽ ചേഞ്ച്, ഇൻഷുറൻസ്, അതുപോലെ തന്നെ പൊല്യൂഷൻ ടെസ്റ്റ്, ഇതൊക്കെ നമുക്ക് ഡേറ്റ് കാര്യങ്ങളൊന്നും എപ്പോഴും ഡെയിലി ലൈഫിൽ ഓർത്തിരിക്കാൻ പറ്റില്ല. സോ ആ ടൈമിൽ നമുക്ക് ഇൻഫർമേഷൻ നമ്മുടെ മൊബൈലുകളിൽ അലേർട്ടായിട്ട് വരുമ്പോൾ നമുക്കത് സിമ്പിളായിരിക്കും. സോ അതിനുള്ള സൊല്യൂഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അലേർട്ട് സിസ്റ്റം GPS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഓവർ സ്പീഡായിട്ട് പോവുക, എന്തെങ്കിലും ഹാർഷായിട്ടുള്ള ആക്സിലറേഷൻസ് കാര്യങ്ങൾ, ഓവറായിട്ടുള്ള ബ്രേക്ക്, ഈ വക കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ നോട്ടിഫിക്കേഷനായിട്ട് മൊബൈലുകളിലേക്ക് അലേർട്ട് വരുന്നതായിരിക്കും. നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫ്യൂൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പം കുറേ വാഹനങ്ങളുള്ള ഒരാൾക്ക് ഓരോന്നിനും ഫ്യൂവൽ ഉപയോഗം കൂടുന്നുണ്ടോ ഉപയോഗം കുറയുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. സോ എത്ര കിലോമീറ്റർ ഓടി അതിനനുസരിച്ച് തന്നെയാണോ ഫ്യൂലും വന്നിരിക്കുന്നത്, ഓവറായിട്ട് കൺസപ്ഷൻ വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഈ GPS ഡിവൈസ് യൂസ് ചെയ്യുന്നതിലൂടെ അറിയാൻ പറ്റും. ഇൻറ്റിഗ്രേഷൻ വിത്ത് വേരിയസ് ERP സിസ്റ്റം. അതായത് നമ്മളിപ്പോൾ നമ്മുടെ GPS ഡിവൈസസ് യൂസ് ചെയ്യുന്നതിലൂടെ അക്കൗണ്ടിങ് മേഖലകൾ കൂടുതൽ സിമ്പിളായിട്ടിരിക്കും. നമ്മളിപ്പം മാനുവലായിട്ട് ചെയ്യുന്ന വർക്കുകളെല്ലാം കറക്റ്റായിട്ട് നമുക്ക് പേപ്പർലെസ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. വൺ ഓഫ് ദ മോസ്റ്റ് എഫക്റ്റീവ് ബെനിഫിറ്റ് ആണ് കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഏതൊരു ഇൻഡസ്ട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ ബിസിനസ്സിന് ഹെൽപ്ഫുള്ളായിട്ട് വളരാനായിട്ട് സഹായിക്കുന്നതായിരിക്കും. സോ നമ്മുടെ ഈ GPS ഡിവൈസ് യൂസ് ചെയ്യുന്നതിലൂടെ അത് നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. ജിയോ ഫെൻസിങ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജിയോ ഫെൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ബൗണ്ടറീസിന് അപ്പുറത്തേക്കാണ് നമ്മുടെ വാഹനങ്ങൾ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ, എൻട്രി ആൻഡ് എക്സിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ അലേർട്ട് ലഭ്യമാകുന്നതായിരിക്കും. ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ആയിട്ട് GPS യൂസ് ചെയ്യുന്നതുകൊണ്ട് വരുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഓൾറെഡി ഓരോ ഇൻഡസ്ട്രീസ് കവർ ചെയ്ത് വന്നിട്ടുണ്ട്. അതായത് ഇപ്പം കൺസ്ട്രക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു, റെൻ്റൽ കാർ ബിസിനസ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇനിയും തുടർന്നുള്ള വീഡിയോസ് നമ്മൾ ഓരോ ഇൻഡസ്ട്രിയെ ഫോക്കസ് ചെയ്തിട്ടുള്ളതായിരിക്കും. സോ എല്ലാവരും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.